गोपीचन वल्लभा गिरिवरदारी जय गोपीचन वल्लभा गिरिवरदारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारि यमुनतीरावनचारि हे राधा माधवा कुञ्ज विहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय राधा माधव जय राधा माधव जय राधा माधव जय राधा माधव जय प्रभुपदा जय प्रभुपदा जय प्रभुपदा शील प्रभुपदा निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल। श्री श्री राधा माधव भगवान की जय। पतित पावन श्री श्री गौर निताय भगवान की जय। जगत गुरु श्रील प्रभुपाद की जय। आनंद कोटि वैष्णव वृंद की जय। ओम गुरु सस्मृति हरे कृष्णा गुरु सस्मृति हरे कृष्णा गुरु सस्मृति हरे कृष्ण। ओम गुरु श्री श्री गुरु एंड गौर निताय गौर प्रेमानंदे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। कृष्णाय वासुदेवाय देवकी नंदनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुर्मीलितं येन तस्मै श्रीगुरवे नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। श्रीमद् भागवतम की जय। श्री कृष्ण ഗ്രന്ഥ की जय। ഹരേ കൃഷ്ണ പ്രിയ വൈഷ്ണവരെ, എല്ലാവർക്കും പാദങ്ങളിൽ പ്രണാമർപ്പിക്കുന്നു. ഇന്നൊരു വേദിയിൽ വിജയമുകുന്ദദാസ് ബ്രഹ്മചാരി അവർ പറഞ്ഞത് പ്രകാരം ഇവിടെ ഭക്തന്മാരോടൊപ്പമുള്ള സംഘം നേടാനുള്ള അവസരം സിദ്ധിച്ചതിൽ ഇവിടുത്തെ എല്ലാ വൈഷ്ണവരോടും ഭഗവാനോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രത്യേകിച്ചും ഗുരുവായൂരിലെ ഭക്തന്മാരുടെ കൂടെയുള്ള ഒരു സംഘം. നിങ്ങളെല്ലാം പരിശുദ്ധരായ നല്ല ഭക്തന്മാരാണ്. കൂടുതൽ ഭക്തി സേവനങ്ങൾ നിർവഹിക്കുന്നവരാണ്. എനിക്കും നിങ്ങളോടൊപ്പമുള്ള സംഘത്തിൽ ആ ഒരു നിലവാരത്തിലേക്ക് എനിക്കും വരാനുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്ന് വിജയമുകുന്ദദാസ് പ്രഭു ഇനി നമുക്ക് തന്നിട്ടുള്ളത് കൃഷ്ണ ബുക്ക്, കൃഷ്ണ ഗ്രന്ഥം, ശ്രീല പ്രഭുപാദിന്റെ കൃഷ്ണ ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ അധ്യായമാണ് കൃഷ്ണാഗമനം എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ അധ്യായം. അതിന്റെ അർത്ഥത്തെ വിശദീകരിക്കുക എന്നതാണ് എന്നിൽ തന്നിട്ടുള്ള സേവനം. നമുക്ക് അതിലൂടെ ആ കൃഷ്ണന്റെ ആഗമനം, ഈ ഭൂമിയിൽ ഭഗവാൻ അവതരിച്ചതിന്റെ ആ മഹിമകളെ കുറിച്ച് നമുക്ക് കേൾക്കാൻ ശ്രമിക്കാം. എല്ലാവരും ദയവേത് മൈക്ക്, ആരുടെയോ മൈക്ക് ഓൺ ആയിട്ടുണ്ട്. എല്ലാവരും ദയവായിട്ട് ഇത് ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ജയ ശ്രീല പ്രഭുപാദ്.
ശ്രീല പ്രഭുപാദ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളെ, ഭഗവാന്റെ മധുരോദാത്തമായിട്ടുള്ള എല്ലാ ലീലകളെയും ഒരു ഗ്രന്ഥത്തിൽ ഒതുക്കി തന്നു നമുക്ക്, അല്ലെ? 10ാമത്തെ സ്കന്ധം ഒരു ശ്രീകൃഷ്ണ എന്ന ബുക്ക് ഒരു ഗ്രന്ഥത്തിൽ ഒതുക്കി തന്നു നമുക്ക്. എല്ലാവർക്കും കഥാരൂപത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ ശ്രീമദ് ഭാഗവതത്തിന്റെ ദശമസ്കന്ധം തന്നെയാണ് ഈ ഒരു ഗ്രന്ഥമായിട്ട് പ്രഭുപാദ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രഭുപാദിന്റെ ആ ഭാവാർത്ഥം നമ്മൾ വായിക്കുമ്പോൾ പ്രഭുപാദ് എന്താണ് ആഗ്രഹിച്ചത്, പ്രഭുപാദിന്റെ ഭാവം, അതിന്റെ അർത്ഥമാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെ? പ്രഭുപാദിന്റെ അല്ലെ ഭാവാർത്ഥം, അദ്ദേഹത്തിന്റെ എന്തായിരുന്നു ഭാവം, ആ പ്രേമഭാവമാണ് നമ്മൾ വായിക്കുന്നതും അത് തന്നെയാണ് നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കൃഷ്ണാഗമനം എന്ന് പറഞ്ഞ ആ ഒരു അധ്യായം, അതിനുശേഷമുള്ള മറ്റുള്ള അധ്യായങ്ങൾ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഭക്തന്മാർ തുടർന്നും വിവരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു അധ്യായം മാത്രം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൗതിക ലോകത്ത് അവതരിച്ചതിന്റെ കാരണം, അല്ലെങ്കിൽ അവതരിക്കുന്നതിന്റെ ആ പശ്ചാത്തലമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഈ ഒരു അധ്യായം. ഈ അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് പ്രഭുപാദ് നമുക്ക് തരുന്ന സന്ദേശം എന്ന് നമുക്ക് ചെറിയ തോതിലെങ്കിലും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആ കഥാനായകൻ, അല്ലെ, എല്ലാത്തിൻ്റെയും നായകൻ ഭഗവാനാണ്. ഈ ഭഗവാനെ അറിയാനാണ് നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത്. ഭഗവാനെ സ്നേഹിക്കാനും അദ്ദേഹത്തെ സേവിക്കുവാനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. കേവലം ഒരു ജ്ഞാനം എന്ന നിലയിൽ എന്തെങ്കിലും കാര്യം പഠിച്ച് എടുത്തു കളയാം എന്ന് മാത്രമല്ല ഇതിനുള്ള ഗുണം. ഭഗവാനോടുള്ള സ്നേഹം വളർത്തിയെടുക്കാനാണ് നമ്മൾ ഇത് കേൾക്കുന്നതും പഠിക്കുന്നതും വായിക്കുന്നതും. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ എന്താണ് കൃഷ്ണനിൽ സ്നേഹം വളർത്താൻ, എന്നിൽ തെറ്റുകളെ ഇല്ലാതാക്കാൻ പ്രഭുപാദ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതായത് ഇവിടെ ഭൂമി ദേവി അല്ലെങ്കിൽ ദേവന്മാരെല്ലാവരും ചേർന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിൽ മുഴുവനും അസുരന്മാരുടെ പ്രവൃത്തിയാൽ ഭൂമി മുഴുവനും വിഷമവും ദുരിതവും നിറഞ്ഞപ്പോൾ ആ ദുരിതത്തിൽ നിന്ന് ശമനം ഉണ്ടാവാനുള്ള ദേവന്മാരുടെ പ്രാർത്ഥനയാണ് ആദ്യ ഭാഗത്ത് ശ്രീല പ്രഭുപാദ് തന്നിട്ടുള്ളത്. അപ്പോൾ ഭഗവാനെ ആഗ്രഹിച്ചുകൊണ്ട്, ഭഗവാന്റെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് ഭക്തന്മാരുടെ പ്രാർത്ഥനയാണ്, അല്ലെ? നമുക്ക് ആഗ്രഹം ഉണ്ടാവണം, നമ്മുടെ ഹൃദയത്തിലും ഭഗവാൻ വിരാജിക്കണം എന്നുണ്ടെങ്കിൽ, വിരാജിമാനാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ തീവ്രമായ ആഗ്രഹം നമ്മൾ ഉണ്ടാവണം. ഇനിയല്ല, ഒരു ചെറിയ ആഗ്രഹത്തിന്റെ നാമ്പെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാൻ അത് സാധിച്ചു തരും. നമ്മൾ ആഗ്രഹിക്കണം ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ. ഇപ്പൊ ഇവിടെ ദേവന്മാരുടെ പ്രാർത്ഥനയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു വരാനായിട്ട് അദ്വൈതാചാര്യ പ്രാർത്ഥിച്ചതുപോലെ ദേവന്മാരിവിടെ വിളിച്ചു കരയുകയാണ്. അപ്പോൾ അവര് ഭൗതിക ലോകത്തിന്റെ ഓരോ സ്ഥാനം വഹിക്കുന്ന ഓരോരോ ദേവന്മാരും അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാതാവുകയും ഈ പ്രപഞ്ചത്തിന് ആകെ ആപത്ത് സംഭവിക്കുകയും ചെയ്യുമ്പോൾ, ഈ പ്രപഞ്ചത്തിന് ആകെ ആപത്ത് സംഭവിക്കത്തക്ക വിധം ശക്തമാനാണ് ഭൂമിയിലെ അസുരന്മാർ അന്നത്തെ കാലത്ത് 5000 വർഷം മുമ്പ് ഉണ്ടായത്. പ്രത്യേകിച്ചും കംസൻ എന്ന അതിബലവാനായ രാക്ഷസൻ. നമുക്ക് സമയപരിധി കൊണ്ടാണ്. കംസനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു സിനിമ കാണുന്ന സമയത്ത്, പണ്ട് കാലങ്ങളിലെല്ലാം സിനിമ കണ്ടവരായിരിക്കും നമ്മൾ ഇതിലെ ഗ്രൂപ്പിലുള്ളവരെല്ലാം. ഭക്തന്മാരായ ശേഷം ഇത്തരം കാര്യങ്ങളിൽ സമയം കളയേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോൾ നമുക്കത് മാറ്റിവെക്കാൻ കഴിഞ്ഞു. പക്ഷെ മുൻപ് കണ്ടവരായിരിക്കാം. അപ്പോൾ ഒരു കഥാനായകൻ വരുന്നതിന് മുന്നേ ആ സിനിമയിലെ സ്റ്റാർ നായകനെ, ആ നായകന്റെ എല്ലാ കഴിവും, നായകന്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും വളർത്തുന്നത് ഒരു വലിയൊരു പങ്ക് അതിലെ വില്ലൻ ഉണ്ടായിരിക്കും. ആ വില്ലന്റെ ശക്തിയും ആ വില്ലന്റെ പരാക്രമവും ആദ്യം ആ സിനിമയിൽ കാണിച്ച ശേഷമായിരിക്കും നായകന്റെ വരവുണ്ടാവുക. അധിക സിനിമ അങ്ങനെയാണ്. അപ്പോൾ ആ വില്ലനെ നായകൻ തോൽപ്പിക്കുന്നത് കാണികൾക്ക് ഹരമായി മാറ്റും അതിന്റെ സംവിധായകന്മാർ. അതുപോലെ ഭഗവാന്റെ ശക്തിയെയും ഭഗവാന്റെ മഹിമകളെയും കുറിച്ച് പറയുന്നത് ഭഗവാന്റെ ശത്രുക്കളായിട്ടുള്ളവരുടെ വീരത്വം പറഞ്ഞിട്ടായിരിക്കും അത് ആരംഭിക്കുക. ഇപ്പൊ രാവണന്റെ മഹിമ പറഞ്ഞ് രാവണന്റെ ശക്തി പറഞ്ഞിട്ട് രാമന്റെ മഹിമയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. കംസന്റെ ശക്തി പറഞ്ഞ് ഭഗവാന്റെ മഹിമയിലേക്ക് നമ്മളെ കൊണ്ടുപോകും.
അപ്പോ ഭഗവാന്റെ മഹിമ കൂട്ടാനാണ് അത് ഉപകരിക്കുക. ഭക്തന്മാർക്ക് അത് മനസ്സിലാവും. അല്ലാതെ കംസന്റെ മഹിമ, കംസന്റെ പരാക്രമം കണ്ടിട്ട് കംസന്റെ ആരാധകനാവാനല്ല നമ്മളിത് പഠിക്കുന്നത്. മറിച്ച് കംസന്റെ പരാക്രമത്തെക്കുറിച്ച് എന്തിനാണ് ശ്രീമദ് ഭാഗവതവും മറ്റു ഗ്രന്ഥങ്ങളും വിവരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത്രത്തോളം പരാക്രമിയായ കംസനെ ഒരു കൊതുകിനെ പോലെയല്ലേ എൻ്റെ ഭഗവാൻ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കിയത് എന്ന് ഭഗവാന്റെ അത്ഭുതമായ ആ ലീലയെക്കുറിച്ച് സ്മരിക്കാനുള്ള ഒരു അവസരമായിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ കംസൻ എന്ന് പറഞ്ഞ മഹാപരാക്രമി, അദ്ദേഹത്തിന്റെ ഇത് പറയുകയാണെങ്കിൽ അദ്ദേഹം തോൽപ്പിക്കാത്ത ഒരാളുമില്ല. സാക്ഷാൽ ജരാസന്ധൻ പോലും അദ്ദേഹത്തോട് സന്ധി ചെയ്യേണ്ടി വന്നു. ഇത്രയും പരാക്രമിയായിരുന്നു. കംസന്റെ കൂടെയുള്ള കൃഷ്ണനെ വധിക്കാൻ വരുന്ന എല്ലാ രാക്ഷസന്മാരും കംസനാൽ തോൽപ്പിക്കപ്പെട്ടതോ സന്ധി ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ള അസുരന്മാരായിരുന്നു. അത്രയും ബലവാനായ കുവലയാപീഠം എന്ന ആനയെ തന്റെ കൈകൊണ്ട് വാൽ പിടിച്ച് ചുഴറ്റി എറിഞ്ഞ ആളാണ്. 1000-10,000 ആനയുടെ ശക്തി ഉണ്ടാകും കുവലയാപീഠത്തിന്. അങ്ങനെ നോക്കിയാൽ പലതരത്തിലും അവസാനം പരശുരാമന്റെ കയ്യിൽ നിന്ന് വൈഷ്ണവജാപം സിദ്ധിച്ച വ്യക്തിയായിരുന്നു. പരശുരാമന്റെ വൈഷ്ണവജാപം എടുത്ത് കുലച്ച് പരശുരാമനെ പോലും അത്ഭുതപ്പെടുത്തി എന്ന് പറയുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട് വൈഷ്ണവജാപം സ്വീകരിച്ച ആ ജാപത്തിന്റെ സിദ്ധിയാൽ സർവ കാര്യങ്ങളിലും വിജയം വരിച്ചവനായിരുന്നു ഈ കംസൻ. അത്രയും ശ്രേഷ്ഠനായ കംസൻ എല്ലാ തരത്തിലും ശ്രേഷ്ഠനാണ്. പക്ഷേ ഈശ്വരനോട് വിമുഖതയുള്ളവർക്ക്, ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കാനും കഴിയാത്തവർക്ക് എന്തെല്ലാം ശ്രേഷ്ഠ പദവി ഉണ്ടെങ്കിലും അതെല്ലാം കേവലം ഒരു പൂജ്യം മാത്രമായി തീരുന്നു എന്ന് പ്രഭുപാദ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എത്ര തന്നെ ഗുണമുണ്ടെങ്കിലും, ഐശ്വര്യമായിക്കോട്ടെ, സൗന്ദര്യമായിക്കോട്ടെ, ശക്തി ആയിക്കോട്ടെ, കുടുംബ മഹിമയോ കുലമഹിമയോ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും എല്ലാം നശിക്കപ്പെടും, എല്ലാം മാറ്റപ്പെടും. പക്ഷെ ഇതൊന്നുമില്ലെങ്കിലും കൃഷ്ണനോടുള്ള ഭക്തി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഗുണം എന്ന് നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കംസന് എല്ലാ ഗുണവും ഉണ്ടായിട്ടും ഈശ്വരനോട് അഭിമുഖമായിട്ടുള്ള ഒരു ജീവിതം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാ തരത്തിലും പരാജയപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ കംസന്റെ പരാക്രമം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ, കംസൻ അവസാനം ഇന്ദ്രനെ തോൽപ്പിക്കുകയും ഇന്ദ്രന്റെ സിംഹാസനവും വെൺകൊറ്റക്കുടയും തന്റെ വൃത്യന്മാരാൽ എടുത്തു കൊണ്ടുവരുക്കപ്പെടുകയും ചെയ്തു എന്ന് പറയാം. അത്രയും ശക്തനായ കംസൻ ഈ പ്രപഞ്ചം മുഴുവൻ തോൽപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ കേട്ടത് കംസൻ ഇവിടെ ഇങ്ങനെ തോൽപ്പിച്ചു എന്നല്ല, ഗർഗഭാഗവതത്തിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് കംസന്റെ പരാക്രമത്തെക്കുറിച്ച്. അത്രയും ശ്രേഷ്ഠനായിരുന്നു കംസൻ. പിന്നെയോ ഒരുവന് അഹങ്കാരത്തിൽ മതിച്ച് നടക്കുമ്പോൾ അവന് വേണ്ടാത്ത ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടും. അങ്ങനെ സ്വന്തം പിതാവിനെ തന്നെ കാരാഗൃഹത്തിൽ അടക്കുന്നു, അല്ലെ? എന്തെല്ലാം പരാക്രമം അദ്ദേഹം കാണിച്ചു. അങ്ങനെയൊക്കെ ആയിട്ടുള്ള കംസന്റെ ദുരിതം കൊണ്ട്, കംസന്റെ തെറ്റുകൊണ്ട് ആ ദേവന്മാരും പ്രജകളും എല്ലാം വിഷമിച്ച് തപിച്ച് ഭൂമിദേവിക്ക് വല്ലാത്ത വിഷമുണ്ടായി. അവർ പോയി ബ്രഹ്മദേവനോട് അഭയം പ്രാപിച്ചു. ബ്രഹ്മദേവൻ ക്ഷീരസാഗര തീരത്ത് എന്നിട്ട് ഭഗവാൻ വിഷ്ണുവിനെ ധ്യാനിക്കുകയും ഹൃദയത്തിലേക്ക് വിഷ്ണു വന്നു എന്നാ പറയുന്നത്. ഈ ഗ്രന്ഥത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഹൃദയത്തിൽ പ്രകാശിച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, തേനേ ബ്രഹ്മഹൃദായ ആദി കവിയെ, അല്ലെ? ബ്രഹ്മാവിന്റെ ഹൃദയത്തിലാണ് ഭഗവാന്റെ ഉപദേശം, ഭഗവാന്റെ അനുഗ്രഹം വന്ന് പതിച്ചത്. അതുപോലെ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ഭഗവാൻ തന്റെ ദർശനം ചെയ്തു എന്നാ പറയുന്നത്. അങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് താഴോട്ടേക്ക് ദേവന്മാർക്ക് അത് ബ്രഹ്മാവ് വിവരിച്ചു കൊടുക്കുകയും ഭഗവാൻ ഈ ഭൂമുഖത്തേക്ക് അവതരിക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ദേവന്മാരും ഭഗവാന്റെ സേവനത്തിനായിട്ട് ആദ്യം തന്നെ ഇവിടെ മധുരയിലും മറ്റു പ്രാന്ത രാജ്യങ്ങളിലും അവതരിക്കണമെന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് അവരെല്ലാം അതിന് പ്രേരിപ്പിക്കുകയും അപ്രകാരം ദേവന്മാരെല്ലാം ഭഗവാന്റെ വരവും കാത്ത് ഭഗവാന് മുമ്പ് അവിടെ പോയിട്ട് ജന്മമെടുത്തു എന്നാ പറയുന്നത്, സേവനാർത്ഥം. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഈ അദ്ദേഹത്തിന്റെ മറ്റ് കഥകളിലേക്ക്, കാര്യങ്ങളിലേക്കും പോകുന്നത്. നമ്മൾ നോക്കി ഇത് വായിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കുറെ സമയം എടുക്കും. അതുകൊണ്ടാണ്. പിന്നെ ദേവകിയുടെ വിവാഹകഥയാണ് പറയുന്നത്. കംസന്റെ അച്ഛൻ ഉഗ്രസേനാണ് ദേവകിയുടെ ഭർത്താവ് വസുദേവൻ ശൂരസേനന്റെ പുത്രനാണ്. ഈ ശൂരസേനന്റെ രാജ്യം പോലും കംസൻ അടക്കി ഭരിക്കുന്നു എന്നാ പറയും. അത്രയും ശക്തവനായ കംസനാണ്. എന്നിട്ട് കപ്പവും അതുപോലെ നികുതിയും വാങ്ങിച്ചുകൊണ്ട് അത്
ഭരിക്കാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാ രാജ്യങ്ങളും അടക്കി വെച്ചിട്ടുള്ള ആളാണ് ഈ കംസൻ. അങ്ങനെ ശൂരസേന പുത്രനായ വസുദേവർക്ക് തന്റെ സഹോദരിയായ ആ ദേവകിയെ വിവാഹം ചെയ്തു കൊടുത്ത് ആ സഹോദരിയെ സ്വന്തം രഥത്തിലിരുത്തിയിട്ട് ആ സേവനം ചെയ്തുകൊണ്ട് നോക്കൂ, നമുക്ക് ഇന്ന് കാണുന്ന നമ്മുടെ ജീവിതത്തിലെ സ്നേഹവും ബന്ധങ്ങളെയാണ് അവിടെ വരച്ചു കാട്ടുന്നത്. നമ്മൾക്കെല്ലാം അല്ലെ, നമ്മളെല്ലാം ഭക്തിയിലേക്ക് വരുമ്പോൾ ഒരു ഞായറാഴ്ച സത്സംഗത്തിലോ അല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും സേവനങ്ങളിലോ നമ്മൾ വരുമ്പോൾ നമുക്ക് കുറെ തടസ്സങ്ങൾ പറയാനുണ്ടാവും. നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ. നമ്മുടെ കുടുംബത്തിന്റെ സ്നേഹവും സ്നേഹബന്ധങ്ങളും അതിന്റെ ഊഷ്മളതയും ഇന്ന് എനിക്ക് ഭയങ്കരം പ്രിയങ്കരമായി തോന്നുന്നുണ്ടാവാം. ഭഗവാന്റെ ഭക്തിയേക്കാൾ ഏറെ നമുക്ക് ഇതൊക്കെയാണല്ലേ ഭോഗൈശ്വര്യ പ്രസക്താനാം തയ അപഹൃത ചേതസ എന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. നമ്മൾ ഇതിന്റെ ഉള്ളിൽ പെട്ടിട്ട് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം അതിൽ പെട്ടിരിക്കുകയാണ്. എൻ്റെ ആത്മിക ബുദ്ധി, എൻ്റെ ആത്മീയതയിലേക്ക് പോകേണ്ട ബുദ്ധി, അത് എനിക്ക് പല വഴിക്ക് വ്യവസായം ചെയ്തിട്ടാണ് പല വഴിക്ക് മാറിപ്പോയിട്ടുണ്ട്. എനിക്ക് ഒരു ശരിയായ ഒരു മാർഗത്തിലേക്ക് ഉറച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അതെന്നെ പല വഴിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ഭാര്യ, കുടുംബങ്ങൾ, ഇവർക്കെല്ലാം, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സ്നേഹം. ഇതേപോലെ സഹോദരിയെ സ്നേഹിച്ച സഹോദരനായിരുന്നു കംസൻ. എത്ര സ്നേഹത്തോടെയാ, എത്ര സ്ത്രീധനം കൊടുത്തു. അതെല്ലാം സന്തോഷിച്ച് വളരെ സന്തോഷത്തോടു കൂടി വരുന്ന സമയത്ത് ഒരു അശരീരി തൻ്റെ ജീവിതത്തിലെ സ്വാർത്ഥതയിലേക്ക് വരുന്ന സമയത്ത് പിന്നെ സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല. ഇതൊക്കെ ആസുര പ്രകൃതിയുടെ ലക്ഷണം അവിടെ പ്രഭുപാദ് കൃത്യമായിട്ട് വരച്ചു കാട്ടിയിട്ടുണ്ട്. ആസുര പ്രകൃതി ഇങ്ങനെയാണ്. ഭഗവത്ഗീതയിലും കൃത്യമായിട്ട് നമുക്ക് പറയാം ആസുരന്മാർ എങ്ങനെയാണ് ചെയ്യുക. ദമ്പം, അഹംഭാവം, അഹങ്കാരം, അല്ലെ, ഇതൊക്കെ തമോ ഗുണികളായിട്ടുള്ള രജോ ഗുണികളായിട്ടുള്ളവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ആ സ്നേഹമെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടായി. സ്വന്തം ജീവിതത്തിനും സ്വന്തം കാര്യത്തിനും വേണ്ടി കംസൻ വാളെടുത്ത് ദേവകിയെ കൊല്ലാൻ പോകുന്നതും അവിടെ വസുദേവര് പല പല നയതന്ത്ര കാര്യങ്ങളും പല പല താത്വിക കാര്യങ്ങളും കംസനെ ഉപദേശിക്കുന്ന ഭാഗമാണ് പിന്നീട് വരുന്നത്. ആ നല്ലൊരു ഭർത്താവ്, അല്ലെ, നല്ലൊരു സ്വാത്വികനായ വ്യക്തിയെയും ആസുരികനായ വ്യക്തിയെയും അവിടെ നമുക്ക് കാണാൻ കഴിയും. ഒരേ രഥത്തിലിരിക്കുകയാണ്. നമ്മുടെ ശരീരമാകുന്ന രഥത്തില് ആസുരിക പ്രകൃതിയുണ്ട്, സ്വാത്വിക പ്രകൃതിയുണ്ട്. നമ്മൾ ചില സമയത്ത് കഥകളൊക്കെ കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഞാനത് ശരിയാവും, ഞാൻ നാളെ രാവിലെ മുതൽ എഴുന്നേറ്റ് ജപിക്കും, നാളെ മുതൽ സത്സംഗത്തിൽ പോകും, ഞാൻ ഭക്തന്മാരുടെ സത്സംഗത്തിൽ പോയിട്ട് ഒരു തെറ്റും കാണാതെ ഭഗവാന്റെ മഹിമ മാത്രം കണ്ട് ഞാൻ സേവ ചെയ്യുന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആസുരികത ഒരു സമയം അങ്ങ് പുറത്തു വരും. അപ്പോൾ പിന്നെ എൻ്റെ ഈ ചിന്തകളൊക്കെയും പോവും. അപ്പോൾ ഞാൻ എൻ്റെ തെറ്റിനെ ശരിയായിട്ട് ഞാൻ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം. അപ്പോൾ ഒരേ രഥത്തിൽ വസുദേവരിയ്ക്കുന്നു, ഒരേ രഥത്തിൽ ഇരിക്കുന്നത് ഈ കംസനുമാണ്. എന്തു ചെയ്യും എന്തും. പക്ഷെ അവിടെ നല്ല രീതിയിലുള്ള ഉപദേശങ്ങളാല് വസുദേവര് ഈ ഒരു മഹാകൊടും പാതകത്തിൽ നിന്ന് ദേവകിയെ വധിക്കുക എന്ന കംസന്റെ ഉദ്യമം എന്താ കാരണം? ഈ ദേവകിയുടെ പുത്രനായിട്ടുള്ള വിഷ്ണു 8ാമത്തെ ഗർഭത്തിൽ വന്നിട്ട് നിന്നെ വധിക്കും എന്നൊരു അശരീരി മുൻപേ കൊളുത്തുന്ന അതാണ്. നോക്കൂ, കംസന് കിട്ടിയ അശരീരി എത്രയോ കാലം മുമ്പേ കിട്ടി, അല്ലെ? 8ാമത്തെ പുത്രൻ എന്ന് പറയുമ്പോൾ 8 വർഷം കഴിയും, ചുരുങ്ങി പറഞ്ഞാൽ തന്നെ. എന്നിട്ടും അദ്ദേഹത്തിന് ഇത്രയും പ്രിപ്പയർ ചെയ്യാൻ തൻ്റെ ജീവിതത്തെ നല്ല രീതിയിൽ ആ സമയം കൊണ്ട് തൻ്റെ ഭഗവാന്റെ കൈ കൊണ്ട് എനിക്ക് ഭരിക്കാതിരിക്കാൻ, ഭഗവാനെ സ്നേഹിക്കാനുള്ള നല്ല സമയം ഇത്രയും ദീർഘമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പരീക്ഷിത് മഹാരാജ് അവൻ ആകെ കിട്ടിയത് 7 ദിവസം. അദ്ദേഹം നല്ലൊരു ഉചിതമായ തീരുമാനം എടുത്തു. എൻ്റെ മരണം തക്ഷകന്റെ കൈകൊണ്ടാണ് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഭഗവാന്റെ മാർഗത്തിൽ പോവാൻ ഉപദേശം ആരാഞ്ഞു മഹത്തുക്കളോടും ഭക്തന്മാരോടും. അപ്രകാരം അവർ പറഞ്ഞത് കേട്ട് ചെയ്ത് ജീവിതത്തിന്റെ പൂർണ്ണത വരുത്തി. ഈ കംസന് മുന്നറിയിപ്പ് കിട്ടിയിട്ടും കംസൻ അതൊന്നും ചെയ്യാനോ തിരുത്താനോ പറ്റിയിരുന്നില്ല. കംസൻ കൂടുതൽ ഭയപ്പാടേണ്ട, അല്ലെ, ആസുരിക നമുക്ക് എപ്പോഴും നമ്മുടെ കാര്യങ്ങളെ സംരക്ഷിക്കാനും അതിനെ സംരക്ഷിച്ച് നിർത്താനും നമ്മുടെ പണത്തെയും നമ്മുടെ സൗന്ദര്യത്തെയും നമ്മുടെ നമ്മളെല്ലാം ആരോഗ്യത്തെ വലിയ തോതിൽ കാണുന്നവരാണ്. നമുക്ക് ആർക്കും വൃദ്ധനാവാനോ വയസ്സാവാനോ ശരീരം ശോഷിക്കുന്നതിനോ നമുക്ക് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മുടി ഇങ്ങനെ വെളുത്തു പോയാൽ എനിക്ക് ഭയമാണ്. ഞാൻ അതെങ്ങനെയെങ്കിലും കറുത്ത നിറത്തിലാക്കി ഞാൻ നല്ല സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം എനിക്ക് വയസ്സാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഭയമാണ്. എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എനിക്ക് നാളെ എന്താവും, ശോക മോഹ ഭയ. ഇന്നലത്തെ കുറിച്ച് ഞാൻ ദുഃഖിക്കും,
ഇന്നലെ എനിക്ക് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇന്നലെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ഇങ്ങനെ തെറ്റുപറ്റിയല്ലോ അല്ലെ. ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച് ഇന്ന് ഞാൻ ജീവിക്കുമ്പോൾ നാളത്തെക്കുറിച്ച് ഞാൻ മോഹിക്കും. നാളെ എനിക്ക് എന്താവും, നാളെ എനിക്ക് എങ്ങനെയാവണം, അത് വേണം ഇത് വേണം എന്നതിനെ കുറിച്ച് മോഹം എനിക്ക് ഉണ്ടാവും. പിന്നെയോ അല്ലെ, ഇന്നത്തെക്കുറിച്ച് ഞാൻ മോഹിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് എനിക്ക് ജീവിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് മോഹം എനിക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നാളത്തെക്കുറിച്ചോ എനിക്ക് ഭയം ഉണ്ടാവും. ശോകം, മോഹ, ഭയം. നമ്മളുടെ അസുരികത എപ്പോഴും ഇങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജീവാത്മാക്കളിൽ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇന്നലെയോ ഇന്നോ നാളെയോ എനിക്ക് ജീവിതം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. പക്ഷെ ഭക്തന് തിരിച്ചറിയാൻ പറ്റും തൻ്റെ ജീവിതത്തെ എങ്ങനെ ഞാൻ നേർവഴിക്ക് നയിക്കണം, എങ്ങനെ ഞാൻ ഭഗവാന്റെ മാർഗത്തിൽ കൊണ്ടുപോവാം എന്ന് ഭക്തന് മനസ്സിലാവും. അതിനനുസരിച്ച് ഭക്തൻ ജീവിതം. കംസന് ഭയമായിരുന്നു ജീവിതം മുഴുവൻ. തൻ്റെ ഉള്ളതെല്ലാം നിലനിർത്താനുള്ള തത്രപ്പാടായിരുന്നു. അങ്ങനെ കംസൻ ഈ ഉപദേശങ്ങളെ ചെവിക്കൊണ്ടില്ല എന്നാ പറയുന്നു. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വസുദേവര് ശരീരം, മനസ്സ് ഇവയുടെ നശ്വരതയെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ ഒരു ഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നശ്വരമായ ശരീരം, മനസ്സിന്റെ ചാബല്യം, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെ വികാരപരമായി എടുക്കുന്നതിലെ അപാകത, അത് നമ്മൾ വിവേകപൂർവ്വം എങ്ങനെയാണ് നമ്മൾ അത് കൈകാര്യം ചെയ്യണം എന്നതിന്റെ പ്രാധാന്യം, ഇതൊക്കെ വിവരിച്ചു കൊടുത്തു. നമുക്കും ചിലപ്പോഴൊക്കെ എങ്ങനെ പറ്റാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വികാരപരമായിട്ട്, ഇന്ന് തന്നെ നമുക്ക് നോക്കിയാൽ ഇന്നത്തെ സംഭവം തന്നെ, ഇന്ന് നമ്മുടെ കേരളത്തിൽ എത്രയോ കൊലപാതകങ്ങൾ നടന്ന ദിവസമാണ് അല്ലെ. പലവരും ന്യൂസിലോ മറ്റു കാര്യങ്ങളിലോ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെ വൈകാരികപരമായിട്ടാണ് നമ്മൾ നേരിടാൻ ശ്രമിക്കുന്നത്. അതിനെ വിവേകപൂർവം കാണാനോ മനസ്സിലാക്കാനോ തീരുമാനിക്കാനോ നമുക്ക് കഴിയുന്നില്ല. വൈകാരികപരമായിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്കാണ് നമ്മൾ. എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ആത്മാവിന്റെ നിയന്ത്രണങ്ങളെല്ലാം താളം തെറ്റിയിരിക്കുകയാണ്. നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു, ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരമന മനസ്സസ്തു പരാബുദ്ധയോ ബുദ്ധി പരതസ്വ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ദ്രിയ വിഷയങ്ങളെക്കാൾ ഉയർന്നതാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു. ഇന്ദ്രിയ വിഷയങ്ങളെക്കാൾ ഉയർന്നതാണ് ഇന്ദ്രിയം അല്ലെ. ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു ലഡു വാങ്ങിക്കുന്നു. ആ ലഡു കഴിക്കാനുള്ള എൻ്റെ നാവ്, അത് ആസ്വദിക്കാനുള്ള നാവ് ആ ലഡുവിനേക്കാൾ ഉയർന്നത്. ആ നാവിന് രുചിയില്ലെങ്കിൽ പിന്നെ ആ ലഡു എനിക്ക് കയപ്പാണ് ഉണ്ടാവുക. നാവ് എനിക്ക് രുചിയില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ആ ലഡു എനിക്ക് കയപ്പാണ്. അപ്പൊ നാവ് എന്നത് ആ ലഡു ആസ്വദിക്കുന്നത് കൊണ്ട് തന്നെ ആ ലഡുവിന് മഹത്വം കൊടുക്കുന്ന ആ നാവാണ്. ഇനി നാവ് അത് ലഡുവാണ്, അത് മധുരമാണെന്ന് മനസ്സിലാക്കിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ നാവ് രുചിക്കുന്നതിനെ കുറിച്ച് നമ്മളെ ബോധിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പൊ മനസ്സ് എനിക്ക് ക്ലിയർ അല്ല എങ്കിൽ, മനസ്ഥിരതയില്ലാത്തവനാണെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ലഡുവിനേക്കാൾ വലുത് നാവും, നാവിനേക്കാൾ വലുത് അതായത് ലഡുവിനേക്കാൾ വലുത് ഇന്ദ്രിയങ്ങളും, ഇന്ദ്രിയങ്ങളെക്കാൾ വലുത് നിൽക്കുന്നത് മനസ്സാണ്. മനസ്സിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നതോ അത് ലഡുവാണ് എന്ന് മനസ്സിന് ബോധ്യം കൊടുക്കുന്നത് ബുദ്ധിയാണ്. നമ്മുടെ ഉള്ളിലുള്ള ബുദ്ധി. ബുദ്ധിയേക്കാൾ മേലെ ആ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ജീവൻ അല്ലെങ്കിൽ ആത്മ ഉണ്ടാണ് അല്ലെ. ആത്മ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും, ഒന്നുമില്ല. അപ്പോൾ അതിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് ആത്മാവ്. ആത്മാവ് അതിന്റെ സാന്നിധ്യം, ആത്മസാന്നിധ്യം നിലനിർത്തുന്നത് ഭഗവാൻ പരമാത്മാവ് ഹൃദയത്തിലുള്ളതുകൊണ്ടാണ്. അപ്പോ ഇത് ഓർഡർ തെറ്റിയിട്ടാണ് ഇരിക്കുന്നത്. ഈ പറഞ്ഞ ഇന്ദ്രിയ വിഷയങ്ങൾ ഏറ്റവും മുകളിലെത്തി അതിനെ ആസ്വദിക്കാനുള്ള ഇതിലാണ് നമ്മൾ. അപ്പൊ അതായത് വസ്തു കാര്യങ്ങളും ഒക്കെ എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, അതിൽ പെട്ടുപോയിരിക്കുന്നു. ഭോഗൈശ്വര്യ പ്രസക്താണ് തയ അപഹൃത ചേതസ, എന്റെ മനസ്സ് അതിൽ പെട്ടുപോയിരിക്കുന്നു. പണ്ട് കാലങ്ങളിൽ സാധനങ്ങളെ ഉപയോഗിക്കുകയും വ്യക്തികളെ സ്നേഹിക്കുകയും ചെയ്തൊരു കാലം ആചാര്യന്മാർ പറയാറുണ്ട്. പണ്ട് കാലങ്ങൾ അങ്ങനെയാണ്. നമ്മളെ വസ്തുവകകളെ ഉപയോഗിക്കും, വ്യക്തികളെ സ്നേഹിക്കും. ഇന്ന് അങ്ങനെയല്ല, സാധനങ്ങളെ സ്നേഹിക്കും. ഇപ്പൊ മൊബൈൽ, ആ മൊബൈൽ എപ്പോഴും എൻ്റെ കയ്യിൽ വെക്കും, ഞാൻ അതിനെ സ്നേഹിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമാണെങ്കിൽ അതിനെ, ഇലക്ട്രോണിക്സിനെയൊക്കെ ഞാൻ സ്നേഹിക്കും. വ്യക്തികളെ ഉപയോഗിക്കും, അച്ഛനെയും അമ്മയും. ആ വസ്തുവകകൾ നേടാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അച്ഛനെയും അമ്മയെയും ഭാര്യയും കുട്ടികളെയും ഭർത്താവിനെയും ഉപയോഗിക്കും. അവരെ ഉപയോഗിക്കുകയും വസ്തുക്കളെ സ്നേഹിക്കുകയും ചെയ്യും. പണ്ട് കാലങ്ങൾ അങ്ങനെയല്ല, വസ്തുക്കളെ ഉപയോഗിക്കുകയും വ്യക്തികളെ സ്നേഹിക്കുകയും ചെയ്ത കാലം. ഇന്നെല്ലാം തലതിരിഞ്ഞതാണ്. അങ്ങനെയുള്ള ഈ സമയത്ത് ഇവിടെ ഈ നമ്മുടെ വസുദേവരുടെ ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാത്ത കംസനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ അതിന്റെ കുറച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഭാഗം വന്ന സമയത്ത് കംസന് കൊടുക്കുന്ന ഉപദേശത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്.
ദാർശനികമായ വിവേചന ബുദ്ധി കൊണ്ടും സതുപദേശം കൊണ്ടും കംസനെ പ്രീതിപ്പെടുത്തുവാൻ വസുദേവർ ശ്രമിച്ചു. ദാർശനികമായിട്ടുള്ള വിവേചന ബുദ്ധി കൊണ്ടും സതുപദേശം കൊണ്ടെല്ലാം അദ്ദേഹം ശ്രമിച്ചു നോക്കി. പക്ഷെ ഒരു കാര്യത്തിലും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. എന്നാൽ കംസൻ അതിന് വഴങ്ങിയില്ല. കാരണം എന്താണെന്നറിയോ? കംസൻ അതിന് വഴങ്ങാത്തത് കംസന്റെ മനസ്സിന്റെ ദൗർബല്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിഷ്ണു ഭക്തോ ഭവേ ദേവോ അസുര തത് വിപര്യ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് ആരെല്ലാം വിഷ്ണു ഭക്തരായിട്ടുള്ള വിഷ്ണുവിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നവരാണ് അവരെല്ലാം ദേവന്മാരാണ്, അല്ലാത്തവരെല്ലാം അസുരന്മാർ എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അസുരനായി? അദ്ദേഹം ഈശ്വരനോട് ഒരു തരത്തിലുള്ള ബന്ധവും നിലനിർത്താത്ത വ്യക്തിയാണ്. അതുകൊണ്ട് നേരെ അസുര, സുര, അസുര, സുരന്മാർ ദേവന്മാരും അസുരന്മാർ ദേവരല്ലാത്തവരല്ല അസുരൻ എന്ന് വെച്ച് നോക്കിയാൽ നമ്മളെ കൂട്ടത്തിലുള്ള നമ്മളെല്ലാം ആസുരികതയാണ് അല്ലെ, ഈശ്വരനോട് ബന്ധം പുലർത്താത്തവരാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഈ കംസൻ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ആയ? കംസന്റെ കൂട്ട് മുഴുവൻ അങ്ങനെയുള്ളതാണ്. കംസന്റെ അസോസിയേഷൻ, കംസന്റെ ചങ്ങാത്തം, കംസന്റെ കൂട്ടുകെട്ട് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് കംസന് ഈ വസുദേവര് കൊടുക്കുന്ന ഉപദേശം എന്തുകൊണ്ടാണ് സ്വീകരിക്കാൻ പറ്റാന്ന് വെച്ചാൽ കംസന്റെ കൂട്ടുകെട്ട് അങ്ങനെയുള്ളതായതുകൊണ്ട് കംസന്റെ ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്രകാരമായിരുന്നു. വസുദേവർ അതിൽ പറയുന്നുണ്ട്, നമുക്ക് വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം പൂർവ്വജന്മ കർമ്മ ഫലമാണ്. അതിന്റെ അനുസരിച്ചാണ് നമുക്ക് ശരീരം കിട്ടുന്നത്. അതനുസരിച്ചാണ് ഞാനിപ്പോ പ്രവർത്തിക്കുന്നത്. അതനുസരിച്ചാണ് എനിക്ക് ഇനി അടുത്ത ശരീരം കിട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം ഞാൻ ക്ലിയർ ആക്കിയാൽ, ശരിയാക്കിയാൽ നാളത്തെ ജീവിതം മനോഹരമാക്കി മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കംസ, നീ നിന്റെ ഈ പ്രവൃത്തി അപരാധമായി പ്രവർത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഒന്നും മനസ്സിലാക്കാൻ കംസന് കഴിയുന്നുണ്ടായിരുന്നില്ല. അയാള് ഈ കൂട്ടുകെട്ട് മൂലം പൂർണ്ണനായ അസുരനായി മാറിയിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ നമ്മുടെ സത്സംഗം, നമ്മുടെ ജീവിതത്തിലെ സംഘത്തിന്റെ പ്രാധാന്യം അവിടെ പ്രഭുപാദ അത് വ്യക്തമാക്കി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സത്സംഗം, നമ്മുടെ കൂട്ടുകെട്ട്, പ്രഭുപാദ നമുക്ക് നല്ലൊരു പ്രസ്ഥാനം തന്നിട്ടുണ്ടല്ലേ, ഭക്തന്മാരുടെ പ്രസ്ഥാനം. അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരുണ്ടാവാം, വ്യത്യസ്ത തരത്തിലുള്ള മനോനിലയിലുള്ള ആൾക്കാരുണ്ടാവാം, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, തെറ്റ് ചെയ്യുന്നവരുണ്ടാവാം, മോശം, നല്ല, ഇന്നൊക്കെ നമ്മൾ പലതും കാണുന്നു കേൾക്കുന്നു ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും എല്ലാവരും ഹരിനാമത്തെ ആശ്രയിക്കുന്നവരാണ്, ഒരിക്കലെങ്കിലും ഹരിനാമം ജപിച്ചവരാണ്. തീർച്ചയായിട്ടും അത് സത്സംഗം തന്നെയാണ്. അതിലൂടെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ വരാനുള്ള സാഹചര്യം, അവസരമുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും സത്സംഗത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ശീലപ്രഭുപാദ അവിടെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഇതിന്റെ അവസാന ഭാഗങ്ങളിൽ ഇവിടെ പറയുന്നുണ്ട്, അങ്ങനെ വസുദേവർ പറഞ്ഞതൊന്നും കേൾക്കാതായപ്പോൾ വസുദേവർ അവസാനം കംസനെ സ്തുതിച്ചുകൊണ്ട്, കംസ, നീ മഹാനായൊരു വ്യക്തിയാണ്, നിനക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ 8ാമത്തെ പുത്രനെയല്ലേ വധിക്കേണ്ടി വരുന്നുള്ളൂ, നിന്നെ വധിക്കാൻ്റെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ദേവരിക്ക് ഇനി പുത്രന്മാരുണ്ടാവുന്നെന്ന് എന്ന് തന്നെ എന്തുറപ്പാണുള്ളത്? അഥവാ ഉണ്ടായെങ്കിൽ തന്നെ അത് നിന്നെ ഞാൻ ഏൽപ്പിക്കാം. അപ്പോൾ വസുദേവരുടെ കാര്യങ്ങളെക്കുറിച്ച് കംസൻ നന്നായിട്ട് അറിയാം. വസുദേവർ വളരെ നല്ല വ്യക്തിയാണ്. ഇതുപോലെ തന്നെ മഹാഭാരതത്തിലും ദുര്യോധനൻ പറയുന്നുണ്ട്. ദുര്യോധനൻ തെറ്റു മനസ്സിലാവുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ചെയ്യുന്ന ശരിയും തെറ്റും എനിക്ക് തിരിയുന്നുണ്ട്. പക്ഷെ നമുക്കെന്താണ് ഞാൻ ചെയ്യുന്ന തെറ്റാണ് എന്ന് ബോധ്യം ഉണ്ടെങ്കിലും എനിക്ക് ശരിയിലേക്ക് വരാൻ കഴിയുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ദുര്യോധനൻ അത് പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന തെറ്റാണ്, പക്ഷെ എനിക്കത് അത് തിരുത്താൻ ധാർമ്മികമായി നിൽക്കാൻ കഴിയുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം എന്ന് ദുര്യോധനൻ തന്നെ പറയുന്നുണ്ട്. അതുപോലെ വസുദേവരെ കുറിച്ച് കംസന് നന്നായിട്ട് അറിയാം, അവൻ നല്ലവനാണ്. അതിന്റെ അർത്ഥം ഞാൻ തെറ്റ് ചെയ്യുന്നത് കംസന് നന്നായിട്ട് അറിയാം. നമ്മളും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഭഗവാന്റെ മാർഗത്തിൽ നമ്മൾ ജപിക്കണം, രാവിലെ എഴുന്നേറ്റ് ജപിക്കണം, ഭക്തന്മാരെ സംഘം ചേരണം, എല്ലാം അറിയാം. എങ്കിലും നമ്മൾ അതിൽ ഉപേക്ഷ കാണിക്കുന്നു. നമ്മളിലുള്ള ആസുരികതയാണ് ബലപ്പെട്ട് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ ഗുണങ്ങളെ മെല്ലെ മെല്ലെ, നമ്മുടെ ഉള്ളിലുള്ള തമോ ഗുണത്തെയും രജോ ഗുണത്തെയും മെല്ലെ മെല്ലെ ഇല്ലാതാക്കുന്ന സംഘവും നാമജപവും പ്രസാദ സ്വീകരണവും ഒക്കെ ആയിട്ട് നമ്മുടെ ആസുരികതയെ കുറച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി നമുക്ക് ഈ സിസ്റ്റം തന്നിരിക്കണം. മെല്ലെ മെല്ലെ, ഒരു ദിവസം കൊണ്ട് അങ്ങനെ ആക്കാൻ പറ്റില്ല, എന്നാൽ ഒരു ദിവസം അങ്ങനെ ആവും. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് അങ്ങനെ ആവാൻ കഴിയില്ല, എന്നാൽ ഒരു ദിവസം നമുക്ക് ആയിത്തീരും. പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്യാം എന്നാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷം കംസന് കുറച്ചൊരു അലിവ് വരികയും കംസൻ അത് സമ്മതിക്കുകയും ചെയ്തു. അപ്രകാരം കംസൻ അവരെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുകയും
ആ സമയം അവർ പഴയ പോലെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. ആ സമയത്ത് കംസൻ വസുദേവർക്ക് ദേവകിക്ക് പുത്രന്മാരുണ്ടായി. ആ സമയത്ത് പറഞ്ഞ വാക്ക് പോലെ തന്നെ നമ്മുടെ വസുദേവര് കംസന് കുട്ടിയെ കൊടുത്തു എന്ന് പറയുന്നു. ഒരു പിതാവ് ഒരു പിതാവിന്റെ പുത്രനെ കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രയും വേദനാജനകമായ കാര്യമാണ്. നമുക്ക് ആർക്കും ചിന്തിക്കാൻ നമ്മൾ അങ്ങനെ ചെയ്യില്ല. പക്ഷെ തന്റെ വാക്കെ പാലിക്കാൻ വേണ്ടി വസുദേവർ അത് ചെയ്തു എന്ന് പറയുന്നു. അത് മഹാത്മാവിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നവിടെ പ്രഭുപാദ് അവിടെ പറഞ്ഞിട്ടുണ്ട്. കടമ നിർവഹിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു തരം ഉപേക്ഷയില്ലായിരുന്നു എന്നും അദ്ദേഹത്തിനെ പോലുള്ള ജ്ഞാനിക്കും ഭക്തനും ഒരു സങ്കോചവും കൂടാതെ അത്തരത്തിലുള്ള കടമകൾ നിർവഹിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ അസുരന്മാര് താൻ പറഞ്ഞു കൊടുത്ത വാക്ക് അത് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി പറയുകയും അതിന് വേണ്ടി, അതുകൊണ്ടാണ് ഇവിടെ കിടമത്സരം സംഭവിക്കുന്നത്. ഈ ലോകം മുഴുവൻ അങ്ങനെ സംഭവിക്കുന്നതാണ്. ആസുരികത ഉള്ളത് കൊണ്ട് അവർ അവരുടെ വാക്കുകൾ മാറ്റും, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുക. അതുകൊണ്ടാണ് അച്ഛനെയും അമ്മയും ഭാര്യയും അല്ലെ എല്ലാവരെയും കൊല്ലേണ്ടത്. കുന്താനം തിരുമേനി എത്ര വൃത്തിയിൽ ജ്ഞാനപ്പാലയിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോരോ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അല്ലെ ഭാര്യയെ വിട്ടുപോകുന്നു, ഭർത്താവിനെ വിടുന്നു, രാജ്യത്തെയും കുട്ടികളെയും വിടുന്നു, എന്തെല്ലാം ചെയ്യുന്നു എന്ന് പൂന്താനം തിരുമേനി കൃത്യമായിട്ട് ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ട് പിന്നെയോ അനുകൂല സാഹചര്യങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ തന്നെ ജ്ഞാനിക്ക് തന്റെ കടമകൾ നിറവേറ്റാൻ കഴിയുമെന്നും കംസനെ പോലുള്ള ഹീനന്മാർക്ക് ഏതു പാപകർമ്മവും ചെയ്യാൻ സാധിക്കുമെന്നും ഭക്തന് തന്റെ സർവസ്വവും പരമദിവ്യോത്ത പുരുഷനെ തൃപ്തിപ്പെടുത്താനായി ബലികഴിക്കാൻ പറ്റുമെന്നും പറയുന്നു. അപ്പോ വസുദേവർക്ക് മനസ്സിലായി എന്തായാലും ഭഗവാൻ അവതരിക്കുന്നു പറഞ്ഞ ഒരു ദിവസം ഭഗവാൻ വന്നിട്ട് എൻ്റെ ഈ ദുഃഖത്തിന് നിവൃത്തി വരുത്തുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ മക്കളെ കൊണ്ടു കൊടുത്തു. പക്ഷെ കംസൻ അത് നിരസിച്ചു. വേണ്ട, 8ാമത്തെ പുത്രനല്ലേ, നീ തൽക്കാലം കൊണ്ടുപോയിക്കൊള്ളു. അപ്പൊ ചിലപ്പോഴൊക്കെ അസുരന്മാർ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നീതി പുറത്തുനിന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവിടെ നീതി ഒരിക്കലും എന്താ പറയാ വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അത് ഒരിക്കലും നമ്മൾ വഞ്ചിതരായി പോരുത്. ഇന്ന് പൊതുവിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും പരസ്യങ്ങളും നമ്മളെ വഞ്ചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിൽ പോയി വീഴുകയാണ്. നമ്മൾ പല പ്രശ്നങ്ങളും ചെന്നുപെടുന്നതും ഇത്തരം നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും കൊണ്ടാണ്. അതുകൊണ്ട് അവിടെ കംസന്റെ പ്രവൃത്തിയെ ശീലപ്രഭുപാദ് അങ്ങനെ വരച്ചു കാട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു. അവിടെ പിന്നീട് നാരദമുനി അവിടെ എത്തി കംസനെ ഭഗവാൻ എത്രയും വേഗം അവതരിക്കാനുള്ള ആഗ്രഹത്താലും അവിടെയുള്ള എല്ലാ ഗോപന്മാരും ദേവന്മാരും ഭഗവാൻ അവതരിച്ച് കാണാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് എത്രയും വേഗത്തിൽ ഭഗവാൻ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി കംസനെ പറഞ്ഞ് തെറ്റിപ്പിക്കുകയും തന്റെ പുത്രനെ വസുദേവന്റെ പുത്രനെ നീ കൊടുത്തത് ശരിയായില്ല, ഭഗവാൻ വിചാരിച്ച ഏത് 8ാമതോ 1ാമതോ ആയിട്ട് ഭഗവാൻ അവതരിക്കാൻ പറ്റും, നീ കൊടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് കംസനെ കൊണ്ട് മറ്റു പുത്രന്മാരെല്ലാം വധിക്കുന്ന തരത്തിലേക്ക് അവിടെ കാര്യങ്ങൾ മാറുന്നു. അതിനുശേഷം ഓരോ പുത്രന്മാരെയായിട്ട് വസുദേവർ അവിടെ കൊണ്ടുപോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്. തന്റെ ഭക്തന് തന്റെ സർവസ്വവും പരമദിവ്യോത്ത പുരുഷനെ തൃപ്തിപ്പെടുത്തുവാനായി ബലികഴിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. സർവസ്വം നമുക്കറിയാം. സർവസ്വം എന്ന് പറഞ്ഞാൽ സർവം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മാസം ഇത്ര തുക ഞാൻ ഭഗവാന് വേണ്ടി കൊടുക്കും എന്ന് പറയാം, സത്സംഗത്തിന് വേണ്ടി കൊടുക്കാം. ചിലപ്പോൾ ഞാൻ ഒരു ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ പോവാം. ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ സർവവും സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപൂർവമായിട്ടുണ്ടാവും. ഇനി അങ്ങനെ അപൂർവമാണെങ്കിലും അതങ്ങനെ സംഭവിച്ചേക്കാം, സർവവും സമർപ്പിക്കാം. പക്ഷെ സ്വന്തം തന്നെ സമർപ്പിക്കുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവം മഹാത്മാക്കൾക്കേ പറ്റൂ. സർവവും സമർപ്പിച്ചെന്ന് വരാം, പക്ഷെ സ്വന്തം സമർപ്പിക്കാൻ സ്വയം തന്നെ സമർപ്പിക്കുന്നത് വളരെ ചുരുക്കമാണ്. മഹാത്മാ സുദുർലഭ. കോടിശബി മഹാമുനെ കോടിക്കണക്കിന് മുക്താനാഭവി സിദ്ധാന നാരായണ പരായണ സുദുർലഭ പ്രശാന്താത്മാ കോടിശബി മഹാമുനെ എന്ന് ഭാഗവതം പറയുന്നത് എന്താ? അങ്ങനെയുള്ള ഭഗവാന് സമർപ്പിച്ച ഭക്തന്മാര് വ്യക്തികൾ വളരെ കുറവാണ്. മഹാബലി എന്ന പേര് തന്നെ വന്നത് അതുകൊണ്ടാണ്. ബലി എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് അർത്ഥം. മഹത്തായിട്ടുള്ള ബലി സമർപ്പിച്ചു ആര്? മഹാബലി. നോക്കൂ, എന്തുകൊണ്ടാ? തന്റെ ജീവിതത്തിൽ എല്ലാ കഷ്ടനഷ്ടങ്ങളും വന്നപ്പോൾ അസുരനായിട്ട് പോലും ആ അസുരനായ വ്യക്തി അപ്പോ ശരിയായ ബോധത്തിലേക്ക് ഉയരുകയും ഭഗവാനാണല്ലോ മുന്നിൽ, ഞാൻ ഭഗവാനെ വേണ്ടി കീഴ്പ്പെടുന്നു എന്ന് ബോധം വരികയും ചെയ്തു. ഇവിടെ സ്വയം ഭഗവാൻ അവതരിക്കുന്നു, തന്നെ വധിക്കും, തനിക്ക് ഭഗവാനെ ശരണം പ്രാപിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും കംസനത് മനസ്സിലാക്കുന്നില്ല. എന്നാൽ മഹാബലി
ഭഗവാനെ മനസ്സിലാക്കിയപ്പോൾ തന്നെ തന്നെ സമർപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മഹാബലി എന്ന് പറയുന്നത്. മഹാബലി, ഒരു വലിയ അങ്ങേരാണ് ആ പേര്. അങ്ങനെ ഇവിടെ ആ ഇവിടെ ആചാര്യന്മാർ പറയുന്നുണ്ട്, ദേവകിക്കും വസുദേവർക്കും എന്തുകൊണ്ട് ഇങ്ങനെ ദുഃഖം ഉണ്ടായി. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ദുഃഖം എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഭക്തർക്കും ദുഃഖം. ഞാനൊരു ഭക്തിധീര ദാമോദര സ്വാമി മഹാരാജിന്റെ ഒരു പ്രഭാഷണത്തിൽ മഹാരാജ് പറയുന്നുണ്ടായിരുന്നു, ഭക്തന് വരുന്ന പ്രശ്നങ്ങൾ, കംസൻ ഭഗവാന്റെ അച്ഛനമ്മമാരെ ഉപദ്രവിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ സ്വന്തം അച്ഛനും നമുക്ക് എന്തിനാ ഇത്രയും ഉപദ്രവം? അവർ ഇത്രയും ഭക്തരാണ്, എന്നിട്ട് എന്തിനാ ഇത്രയും ഉപദ്രവം? അപ്പൊ ഇത്രയും ഉപദ്രവം കൊടുത്തിട്ടും അവരെ അവരെ അവർക്ക് ഇത്രയും പ്രയാസപ്പെടുത്തിയിട്ടും അവർ ഭക്തന്മാരാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ. അവർ ഭക്തരുമാണ്. അവർക്ക് എന്തുകൊണ്ട് ഇത്രയും? നമുക്കും ജീവിതത്തിൽ ഭക്തി മാർഗത്തിൽ പോകുമ്പോൾ നമുക്കും ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാണുന്നുണ്ട്. അതിനെല്ലാം ആ ഭക്തിധീര ദാമോദര സ്വാമി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ എത്രത്തോളം നമ്മൾ ഉയരാനായിട്ടുള്ള പരീക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കുകയും, നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവം, മഹാത്മാക്കൾക്ക് മാത്രമേ അത്തരത്തിലുള്ള അനുഭവത്തെ ഭക്തിയിലേക്ക് തിരിച്ചുവിടാൻ കഴിയൂ. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ അനുഭവം കൊടുക്കുകയും അവരെ മറ്റുള്ള, ഇപ്പൊ നമ്മുടെ ഗുരു മഹാരാജ് ഇത്രയും രോഗവും അവസ്ഥയും ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ആ അനുഭവം മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു ദുരിതം കൊടുക്കുന്നത്. ഒരു പരീക്ഷണമായിട്ട് അവർക്ക് ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം, ഒരുപാട് കാര്യം. അപ്പോൾ ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഇതെല്ലാം തന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണമാണെന്നും തന്നെ അതിൽ നിന്ന് സ്ഫുടീകരിച്ച് ഒരു നല്ലൊരു വ്യക്തിയായിട്ട് മാറ്റാൻ, ഒരു സ്വർണത്തെ എത്രയും തിളക്കമുള്ളതാക്കി മാറ്റാൻ എങ്ങനെയാണോ അതിന്റെ ആ സ്വർണ്ണപ്പണിക്കാരൻ അതിനെ തീയിലിട്ട് പഴുപ്പിച്ച് അത് മുട്ടി തട്ടി ലെവലാക്കി അത് ശുദ്ധീകരിച്ചു കൊണ്ടുവരുന്നത്, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ ഒരു ഭക്തന് അത് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ആ ഭക്തർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞായിരുന്നു. ഭക്തർക്ക് തന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ അതിൽ നിന്ന് പാഠം പഠിക്കാനും മുന്നോട്ട് വരാനുള്ള അവസരമായിട്ട് അത് കണക്കാക്കും. ഭക്തിധീര ദാമോദര സ്വാമി മഹാരാജിന്റെ ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് കാര്യം ഇത്തരത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് പറയാനുള്ള സമയമില്ല, അതുകൊണ്ട് നമുക്കത് ഇവിടെ അത് പറയുന്നില്ല. നമുക്ക് പ്രശ്നമുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചും, ദേവകിക്ക് കാരാഗ്രഹത്തിൽ, കൊട്ടാരത്തിൽ ദേവകിയെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ദേവകി കാരാഗ്രഹത്തിലും, ശുദ്ധ ഭക്തിയായ ദേവകിയും വസുദേവനും കാരാഗ്രഹത്തിൽ, കംസനാണെങ്കിൽ കൊട്ടാരത്തിൽ സർവ്വസുഖവും. നമുക്ക് ചിലപ്പോൾ നമ്മൾ പറയും, ഞാനിപ്പോൾ ഭക്തിയിലായിരിക്കുന്നത്, ഞാൻ നാമം ജപിക്കുന്നുണ്ട്, പക്ഷെ എനിക്കെന്താ ദുരിതം? എൻ്റെ അയൽക്കാരനെ നോക്കൂ, അയാൾ ഭക്തരൊന്നല്ല, പക്ഷെ അവർക്ക് നല്ല സന്തോഷമാണല്ലോ. എന്താണ് അതിന് കാരണമെന്ന് മഹാരാജ് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് അതിന് കാരണമെന്ന്. അപ്പോൾ ഭക്തിയിൽ എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് പരീക്ഷിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥയിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭക്തിധീര സ്വാമി പറയാണ്, നമുക്ക് ഭക്തിയിൽ എത്രത്തോളം വിശ്വാസമുണ്ട് എന്ന് പരീക്ഷിക്കാനുള്ള ഭഗവാന്റെ ചെറിയ ചെറിയ ഏർപ്പാടുകൾ ഇതുപോലെ നമുക്ക് ഉണ്ടാവും. ഹരിദാസ് ഠാക്കൂറിന്റെ കഥകളും മറ്റുമൊക്കെ അതിൽ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ നമുക്ക് വിശദീകരിച്ചത്. പൂർവ്വജന്മത്തിലുള്ള നമ്മുടെ കർമ്മഫലമായിട്ട് നമുക്കൊരു ശരീരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള ശരീരമായിരിക്കാം. പക്ഷെ ഈ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന കർമ്മത്തെ അതെന്റെ പൂർവ്വകർമ്മമാണെന്ന് മനസ്സിലാക്കി അത് അനുഭവിക്കുകയും അതോടൊപ്പം ഇനി വരും കാലത്തെ കർമ്മത്തെ ശുദ്ധീകരിക്കാനായിട്ട് അല്ലെ നമുക്ക് മുന്നോട്ട് നന്മ ചെയ്യാൻ, പ്രത്യേകിച്ചും ഈശ്വരനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈശ്വരന്റെ ഭക്തി ചെയ്യാനുള്ള അവസരമായി ഈ ശരീരത്തെ കണ്ട്, ഈ ജീവിതത്തെ കണ്ടിട്ട് മുന്നോട്ട് പോകാനും കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു അവസരം അത് പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയുന്നത്. അപ്പൊ അതിനു വേണ്ടുന്ന ഒരു അവസരമാണ് നമുക്ക് ഈ ശരീരം. അങ്ങനെയുള്ള ഭാഗ്യം ചെയ്ത ജന്മമായി നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പരിശുദ്ധ ഭക്തന്മാരുമായുള്ള സംഘം പ്രഭുപാദന്റെ പ്രസ്ഥാനത്തിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടിയ മഹത് ഭാഗ്യമാണ്. ഇതിനെ നമ്മൾ എത്രമാത്രം അതിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നുണ്ടോ ആ വ്യക്തികൾ വിജയിക്കും. ആ വ്യക്തിക്ക് മാത്രമാണ് വിജയം. അത് എത്രമാത്രം നമ്മൾ പറയുന്നുണ്ട്. PSC പരീക്ഷ പോലെയുള്ള ഗവൺമെന്റ് പരീക്ഷകളൊക്കെ അതിൽ 6 ലക്ഷവും 8 ലക്ഷവും 10 ലക്ഷവും പരീക്ഷ ചെയ്യുന്ന കുട്ടികൾക്ക് മനസ്സിലാവും, ഇത്രയൊക്കെ പേര് ആ ഒരു പരീക്ഷയിൽ എഴുതും. പക്ഷെ അവർക്ക് ആ പരീക്ഷയിൽ ഇത്രയും അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കാണുമ്പോൾ പഠിക്കാത്ത കുട്ടികൾക്ക് ഭയം ഉണ്ടാവും. അയ്യോ, ഇത്രയും പേരിൽ ഞാൻ എങ്ങനെ ജയിക്കും? പക്ഷെ പഠിച്ച കുട്ടിക്ക് ഒരു ഭയവും ഇല്ല. കാരണം എന്താ, ഞാൻ പഠിച്ചവനും വിജയമാണ്. ഞാനത് പഠിക്കുന്നുണ്ട്, ഞാൻ നല്ല ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, ഞാൻ നന്നായിട്ട് അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് അയാൾക്ക് ബോധ്യമുണ്ട്. ആ പഠിച്ച കുട്ടി മാത്രമല്ല, അത് പരീക്ഷ എഴുതിക്കൊണ്ടുന്ന വ്യക്തിക്കാണ്, ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ എഴുതുന്ന വ്യക്തിക്ക്
ഒരു അധ്യാപകൻ കുട്ടിക്ക് പരീക്ഷ കൊടുക്കുന്നത് എന്തിനാ? അധ്യാപകന് ദേഷ്യം ഉണ്ടായിട്ടല്ല. ആ പരീക്ഷ അവന്റെ മുന്നോട്ടേക്കുള്ള പാതയെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് പരീക്ഷ. അടുത്ത തലത്തിലേക്ക് അവനെ ഉയർത്താനുള്ളത്. അതുകൊണ്ട് കൊല്ല പരീക്ഷ അവന് കൊടുക്കുന്നത് ആ കുട്ടിക്ക് വിഷമായിരിക്കും. ആ കുട്ടി വിചാരിക്കും എന്തിനാണ് എന്നെ കൊണ്ട് വിഷമിപ്പിക്കുന്നത്. പക്ഷെ മാഷ്, അധ്യാപകൻ അത് ചെയ്യുന്നത് കുട്ടി അടുത്ത ക്ലാസ്സിലേക്ക് ഉയർത്താനുള്ളതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ ഈശ്വരൻ നമ്മളെ ഉയർത്താനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പരീക്ഷ, ആ പരീക്ഷ പാസ്സാവാൻ നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് അതിന് ഭയമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന സാധന, നമുക്ക് തന്നിരിക്കുന്ന നാമജപം, ഭക്തന്മാരുടെ സംഘം, അതെത്ര മോശമായാലും, ഭക്തിധീര ദാമോസ്വാമി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സത്സംഗത്തിൽ വന്ന് സത്സംഗത്തിലെ മേലധികാരി, അവിടുത്തെ സീനിയർ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, ആ ഭക്തൻ അങ്ങനെയാണ്, ഇങ്ങനെ നമ്മൾ കാണാതെ നമുക്ക് അവരുടെ നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുക, അല്ലെങ്കിൽ ഒന്നും കാണാതിരിക്കുക. നമുക്ക് കഴിയുന്ന പോലെ അവിടെ സേവ ചെയ്ത് നമ്മുടെ ഭക്തിക്ക് ഉതകുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ അത് നമുക്കൊരു വിജയമായിരിക്കും. അത് ഓരോ വ്യക്തികളുടെയാണ്. നമുക്ക് കൃഷ്ണൻ തന്ന അവസരം നമ്മൾ വിനിയോഗിക്കുക. അർജുനോട് പറഞ്ഞു കൊടുത്തു, നീ ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്യാനാണ് കൃഷ്ണൻ പറഞ്ഞത്. അല്ലാതെ കൃഷ്ണൻ അവന്റെ പേരിൽ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. അതുപോലെ നമുക്ക് പ്രഭുപാദവും പ്രസ്ഥാനവും നമുക്ക് തന്നിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. അത് നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാവും. അത് നമ്മളുടെ കടമയാണ്. അല്ലാതെ അവിടെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു, നീ എങ്ങനെയാണോ എന്നെ സമീപിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ നിനക്ക് ഏതാമാം പ്രബദ്ധ്യന്തി താം തദൈവ ജാമ്യം മാമാത്മാ, അല്ലെ? എങ്ങനെയാണോ നീ എന്നെ മനസ്സിലാക്കാനും എന്നെ സേവിക്കാനും എന്റെ മാർഗത്തിൽ മുന്നോട്ട് വരുന്നത് അതിനനുസരിച്ച് നിനക്ക് എന്നെ അനുഗ്രഹം കൊടുക്കും. അതുപോലെ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു അവസരം എൻ്റെ ഡ്യൂട്ടിയാണെന്ന് മനസ്സിലാക്കി രാവിലെ എഴുന്നേറ്റ് നാമജപം പൂർത്തിയാക്കുക. ഭക്തന്മാരുമായി നല്ല ബന്ധം, അല്ലെ? നാളെ ശിവരാത്രിയാണ്. നമ്മൾ പണ്ട് അമ്മമാരൊക്കെ പാടിട്ടുണ്ട്, അല്ലെ? ഹരശങ്കര ശിവശങ്കര ദുരിതം കള ശിവനെ, ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ, മരണേ മമ ഗുരുമന്ദിര രമണേ മതിവരണേ, തരണേ മമ ഹരിതൻ മൃദുചരണേ രതി ശിവനേ. പൂന്താനത്തിന്റെ കാലത്ത് ജീവിച്ച അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു വാഴക്കുന്നം എന്ന് പറഞ്ഞ തിരുമേനിയാണോ എന്ന് പറയുന്നത് നമുക്കറിയില്ല. അദ്ദേഹം രചിച്ച ഒരു കവി ഇതാണ്. ശിവനോടുള്ള പ്രാർത്ഥന, ഹരശങ്കര ശിവശങ്കര ദുരിതം കളയാ, എന്റെ ദുരിതം എന്ന് വെച്ച എന്റെ കാമക്രോധാദി എല്ലാ തെറ്റുകളും ഇല്ലാതാക്കി ഭക്തന്മാരോടുള്ള ചേർച്ച ഉണ്ടാക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം. നമ്മുടെ തെറ്റ് അവർ ചൂണ്ടിക്കാണിക്കും. ആ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അവർ അപരാധികളല്ല, അവരോട് വെറുക്കപ്പെടുകയല്ല വേണ്ട. എന്റെ തെറ്റിനെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് അവരാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റെ ഹിതകാംക്ഷി. എന്നെ പറ്റി ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവരാണ് എൻ്റെ ശരിയായ നന്മ ചെയ്യുന്നവർ. കാരണം എന്താ? എൻ്റെ തെറ്റിനെ തിരുത്താനുള്ള ഒരു അവസരം അവർ തരുവാണ്. അതുകൊണ്ട് എൻ്റെ ശിവനോട് പ്രാർത്ഥിക്കുകയാണ്, ദുരിതം കളയുക, ഹരിദാസ്യമോട് അനിശം മമ്മ പഠന, ഹരിയുടെ ദാസനായി തീരാനായിട്ട് എനിക്ക് അനുഗ്രഹിക്കണമേ. തരണേ മമ ഗുരുമന്ദിര രമണേ മതി ശിവനെ, എനിക്ക് മരണസമയത്ത് പിന്നെയോ അങ്ങയുടെ പാദത്തിൽ മൃദുചരണത്തിൽ ഭക്തി തരണേ, അങ്ങയുടെ ആ പാതാരവിന്ദത്തിൽ പരമമായ ഭക്തി തരണേ എന്നുള്ള പ്രാർത്ഥന. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭഗവാനോടുള്ള അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ വളർത്തിയെടുക്കുക. ഭഗവാന്റെ സ്തുതികൾ, ഭഗവാനെ സ്തുതിക്കുക. പ്രത്യേകിച്ചും ഭക്തന്മാരോടൊപ്പം നല്ല ചേർച്ച വീണ്ടും വീണ്ടും നമ്മൾ പറയാണ്. ഭക്തസംഘം നമ്മളത് നേടിയെടുക്കാനും അതിൻ്റെ ആനുകൂല്യം നേടാനും നമുക്ക് കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സേവനം ഇവിടെ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജഗദ്ഗുരു ശ്രീല പ്രഭുപാദ കി ജയ്, ഗുരുദേവ് കി ജയ്, നിതായ ഗൗർ പ്രേമാനന്ദേ, ഹരി ഹരി ഓം. ഹരേ കൃഷ്ണ പ്രഭു, ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടോ പ്രഭു? അല്ല, ഇതിന്റെ പ്രഭു ഇപ്പൊ പറഞ്ഞത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? മാതാജി എനിക്കത് അറിയില്ല. അല്ല, എന്താ അറിയോ, എനിക്ക് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം തൊട്ട് കേൾക്കണം ഭയങ്കര ഒരു ഇതുണ്ട്. അത് തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ കേട്ടിടത്തോളം നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ എന്താ, ആദ്യം തൊട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് റെക്കോർഡിംഗ് ഉണ്ടെങ്കിലൊന്ന് ഉണ്ടോ? അപ്പൊ ഏതിലെ മാതാജി അത് വരുന്നത്? ഗ്രൂപ്പിലിടാം മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. ഓക്കെ മാതാജി.
പ്രഭുജി വസുദേവരും ദേവകിയും പിന്നെ കൊട്ടാരത്തിലാണോ പിന്നെ കുറച്ച കാലം ജീവിച്ചത്? പക്ഷെ കുട്ടികളെ കൊട്ടാരത്തിൽ നിന്നാണോ കംസന്റെ അടുത്തേക്ക് കൊണ്ടുപോയത്, അല്ലെങ്കിൽ ജയിലിൽ എന്നാ പോയത്? അറിയാമോ? എട്ടാമത്തെ പുത്രം ഉണ്ടാവുമ്പോളാ പ്രഭുജി? ഹരേ കൃഷ്ണ. അതെ, അവരെ കൊട്ടാരത്തിൽ തന്നെ ഭാഗത്ത് ജയിലിൽ കൊണ്ടാക്കി. ജയിലിൽ കൊണ്ടുവച്ച് അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ മധുരയിൽ പോലെ കണ്ടില്ലേ, കംസന്റെ കൊട്ടാരത്തിന്റെ അടുത്ത് തന്നെ ജയിലുകൾ. അപ്പോൾ ആ ജയിലിൽ വെച്ചാണ് കൃഷ്ണന് ജന്മം കൊടുക്കുന്നത്. പരമശോഭന, കാലമെല്ലാം അനുകൂലമായപ്പോൾ കാരാഗൃഹത്തിൽ ആ ഭഗവാൻ ജനിച്ചു. അമ്മയുടെയും അച്ഛന്റെയും ജീവിതത്തിൽ ഇത്രയേറെ നൊമ്പരം, വിഷമം, ദുഃഖം നോക്കൂ. ആ ദുഃഖത്തിലാണ് എല്ലാവർക്കും പ്രകാശം നൽകുന്ന ഭഗവാൻ അവതരിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ ഏത് അവസ്ഥയിലും നമുക്ക് അനുഗ്രഹിക്കാം. അതുകൊണ്ട് ഒരുത്തന്റെയും ഒരാളുടെയും ദുഃഖം അത് ശാശ്വതമല്ല. അവിടെ പ്രകാശം ചൊരിയാൻ ഭഗവാനുണ്ട്. കൃഷ്ണ സൂര്യസമമായ അന്ധകാര എന്നാണ്. അപ്പോൾ ഭഗവാനെ ഈ അന്ധകാരം അകറ്റാൻ നമ്മുടെ ജീവിതത്തിൽ സൂര്യനെ പോലെ ഉദിക്കും. അത് ഉദിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ നിത്യം നാമം ജപിക്കുക. ഹരേ കൃഷ്ണ എന്ന നാമം നമ്മൾ നിത്യം ജപിച്ച നമ്മുടെ ജീവിതത്തിൽ ആ സൂര്യൻ പ്രകാശിക്കും. ഹരേ കൃഷ്ണ. ഹരേ പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, എല്ലാവർക്കും നന്ദി. ഞാൻ ലെഫ്റ്റ് ചെയ്യാണ്. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ. വേറെ ആർക്ക് ചോദ്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ ലെഫ്റ്റ്.